ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പനീർ ഷവർമയാണ്. നമ്മൾ സാധാരണ കഴിക്കാറുള്ളത് ചിക്കൻ ഷവർമയാണ്. ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് പനീർ കൊണ്ട് ഷവർമ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ കുബൂസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ട്. അതിൽ ഞാൻ ഈസ്റ്റ് ഉപയോഗിക്കാതെയാണ് കുബൂസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള. ഈസ്റ്റ് ഉപയോഗിച്ചുള്ള കുബൂസ് ഞാൻ ചിക്കൻ ഷവർമയുടെ റെസിപ്പിയിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യമേ ഇതിനുള്ള പിക്കിളാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് വെള്ളം, അതുപോലെ തന്നെ 1 കപ്പ് വിനാഗിരി, ഇത് രണ്ടും കൂടി നമുക്ക് ബോയിൽ ചെയ്യണം. അതിനുള്ളിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള പിക്കിൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണിത്. ഇതിനി നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ചെറുതായിട്ട് നീളത്തിലരിഞ്ഞ ക്യാബേജ് 1 കപ്പ്, ക്യാരറ്റും നീളത്തിലരിഞ്ഞതാണ്, കനം കുറച്ച് നീളത്തിലരിയുക, അതും 1 കപ്പ് ഇട്ട് കൊടുക്കണം. ഒനിയനും നീളത്തിലരിഞ്ഞത് 1 കപ്പ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇടാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിട്ടിട്ട് തിളക്കേണ്ട കാര്യമില്ല. തിളച്ച് വെള്ളം നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. ഇതിനി കുറച്ച് നേരം ഇരുന്ന് തണുക്കണം. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ഇത് തണുപ്പിക്കാൻ വയ്ക്കാം. ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് തൈര് 3 ടേബിൾ സ്പൂൺ എടുക്കുകയാണ്. ഇത് നമുക്ക് പനീർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ചില്ലി പൗഡർ 1 ടീസ്പൂണാണ് ഞാനിട്ടത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണേൽ കൂടുതലിടാം. പെപ്പർ പൗഡറും 1 ടീസ്പൂൺ, ക്യുമിൻ പൗഡറും 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. സോയാ സോസ് 1 ടീസ്പൂൺ. ഇതിനുള്ളിലേക്ക് നമുക്ക് തൈമ് 1 ടീസ്പൂണ്, അതുപോലെ ഒറിഗാനോയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹെർബ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ അതും ചെയ്യാം. ഇതിനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പനീറുണ്ട്, അത് ഇതിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സാണ്. പനീർ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുള്ളിലേക്ക് ഫുൾ നമ്മൾ കോട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം എല്ലായിടത്തും നമ്മൾ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പീസസും നമുക്ക് പനീറിൽ ആ മിക്സ് പരട്ടിയെടുത്ത് മാറ്റി വെക്കണം. ഇത് കുറച്ച് നേരം ഇനി മാറ്റി വെച്ചിരിക്കണം. അതൊന്ന് മാരിനേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇനി കുബൂസിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പൊടിച്ച പഞ്ചസാര 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് 1 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന മാവ് പോലെ ഒരു ഡോ ആണ് ആവശ്യമായിട്ടുള്ളത്. പക്ഷേ ഇത് ആദ്യമേ ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. അത് കുറച്ചായിട്ട് ആഡ് ചെയ്യുക. കാരണം നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്ത് വേണം. നമുക്ക് ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിനുള്ള ഒരു ഡോ ആണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് അതിന് കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കുഴച്ച് നോക്കുക. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിലാവുന്നത് വരെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റിനും ഒലീവ് ഓയിൽ നമുക്കൊന്ന് പരട്ടി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതൊരു അടപ്പ് ഉപയോഗിച്ച് അടച്ചു വയ്ക്കാം.
ഞാനൊരു പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ഓരോ പീസസ് ആയിട്ട് പനീർ ഇട്ട് കൊടുക്കാം. പനീറിൻ്റെ ഒരു സൈഡ് ഒരുവിധം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറു തീയിൽ തന്നെ വെക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ പനീറിൻ്റെ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതാ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കുബൂസിന് വേണ്ടിയിട്ട് പരത്തിയെടുക്കാം. അതിൽ നിന്നൊരു പോർഷൻ എടുക്കുക. നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പി ചിക്കൻ ഷവർമയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ആ റെസിപ്പി ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കുബൂസ് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചുട്ടെടുക്കാം. ഒരു പാനിലേക്ക് പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിന് മുകളിലേക്ക് കണ്ടോ ചെറിയ ചെറിയ ബബിൾസ് പോലെ വരുന്നുണ്ട്. ബബിൾസ് വന്നതിന് ശേഷം നമുക്ക് അടച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു സൈഡ് വേവായിട്ടുണ്ട്, അടുത്ത സൈഡും കൂടി വേവിച്ചെടുക്കുക. ഇതൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതുപോലെ നമ്മൾ എല്ലാ കുബൂസും റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ആദ്യം നമ്മൾ നേരത്തെ വിനെഗറിൽ ഇട്ട് വെച്ചിരുന്ന പിക്കിൾ എടുത്ത് മാറ്റി വയ്ക്കുക. വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കുക. അതുപോലെ പനീർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഏത് തിക്നെസ്സിൽ വേണോ അതനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റുക. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു തിക്നെസ്സിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കുബൂസിലേക്ക് മയണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പ്ലെയിൻ മയണൈസാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പിക്കിളിൻ്റെ വെജിറ്റബിൾസ് എടുത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പനീർ ഫ്രൈ ചെയ്ത പനീറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കണം. ഈ പീസസ് എല്ലാം അകത്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് കുബൂസ് റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു ബട്ടർ പേപ്പറിലേക്ക് പൊതിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക് വെച്ച് നമുക്കിത് ഒന്ന് പൊതിഞ്ഞെടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ ഷവർമയുടെ റെസിപ്പിയും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളതും ചെക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.